നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് ഒരു വാർഡിൽ 50 വീടുകൾ എന്ന കണക്കിൽ പഞ്ചായത്തിൽ ഏകദേശം 800ഓളം വീടുകളിൽ ബയോബിൻ വിതരണം നടത്തിക്കഴിഞ്ഞു. മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ളത് കേരളത്തിലെ ആധുനിക സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞ ഒരു മുദ്രാവാക്യമാണ്. 4 സെന്റിലും 5 സെന്റിലും താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ജൈവമാലിന്യം സംസ്കരിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. ജൈവമാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി നിലവിൽ നിരവധിയായ മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും നൂതനമായ ഒരു മാർഗമാണ് ബയോബിൻ. നമുക്കിന്ന് ബയോബിൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നും അത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുമുള്ള രീതി കണ്ടു നോക്കാം. ബയോബിന്നിന് പ്രധാനമായും 3 ബക്കറ്റുകളാണുള്ളത്. ആ 3 ബക്കറ്റുകളും സുഷിരങ്ങളോട് കൂടിയതാണ്. അതിനോടൊപ്പം തന്നെ 2 എക്സ്റ്റൻഷൻ ലിഡും, ഒരു ടോപ്പ് ലിഡും, ഒരു ബോട്ടം ലിഡും കൂടിയുണ്ട്. ഇനി നമുക്ക് ഈ ബയോബിന് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ബോട്ടം ലിഡാണ് അടിയിൽ വെക്കേണ്ടത്. ഈ ബോട്ടം ലിഡിനോട് കൂടി നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു പ്ലേറ്റ് കൂടിയുണ്ട്. ആ പ്ലേറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഈ ബോട്ടം ലിഡ് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട്. ഈ ബോട്ടം ലിഡ് വെച്ചതിന് ശേഷം നമ്മളൊരു ബക്കറ്റ് ഇതിൽ വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ 2 എക്സ്റ്റൻഷൻ ലിഡുകളാണുള്ളത്. അതിൻ്റെ ഈ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിനകത്ത് എക്സ്റ്റൻഷൻ ലിഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത ബക്കറ്റ് വെക്കുക. വീണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് എക്സ്റ്റൻഷൻ ലിഡ് എടുക്കുക, അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുക. ലാസ്റ്റ് ഫൈനൽ ബക്കറ്റ് കൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെയുള്ള ടോപ്പ് ലിഡ് വെച്ച് ഇത് നമുക്ക് അടയ്ക്കാം. ഇത് ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് അടയ്ക്കാം. ഇതിങ്ങനെ 2 പീസായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് ഇതിലേക്ക് വെച്ച് മുറുക്കുക. ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് അടയ്ക്കാം. ഇത് നമുക്ക് വേസ്റ്റ് ഇടാൻ നേരത്ത് ഇതിങ്ങനെ തുറന്നാൽ നമുക്കിതിൽ വേസ്റ്റ് ഇടാം. വേസ്റ്റ് ഇട്ടതിന് ശേഷം അത് അങ്ങനെ തന്നെ ടൈറ്റ് ചെയ്ത് അടയ്ക്കാനും സാധിക്കും. ഇനി നമുക്കിതിൽ എങ്ങനെ വേസ്റ്റ് ഇടാമെന്ന് നോക്കാം. നമുക്ക് ഈ ബയോബിന്നിൻ്റെ കൂട്ടത്തിൽ ഇനോക്കുലം തന്നിട്ടുണ്ട്. ഇതിൽ ഇനോക്കുലത്തിനകത്ത് മെയിനായിട്ട് നമുക്ക് ബാക്ടീരിയ കയറ്റിയിട്ടുള്ള ചകിരിച്ചോറാണുള്ളത്. ഈ ഇനോക്കുലം എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ സൈഡിലൊരു 3 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് തിരിച്ച് വെച്ച് മറു സൈഡിലും കൂടി 3 ലിറ്റർ വെള്ളം ഒഴിക്കുക. അങ്ങനെ 6 ലിറ്റർ വെള്ളം ഒഴിച്ച് ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ ഈ കവറിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇത് ഏകദേശം ഒരു 15 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേനാണ് ഇത് ഈ പാക്കറ്റ് നിറച്ചതുണ്ടാവും. ഇത് കുതിർന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്ന രീതിയിലായിരിക്കും ഇതിരിക്കുന്നത്. ആ പൊടിച്ചെടുക്കുന്ന സാധനം നമ്മൾ ആദ്യം ഇരിക്കുന്ന ബക്കറ്റിനുള്ളിലേക്ക് ഒരു ലെയറായിട്ട് ഇടുക. 3 ഇഞ്ച് കനത്തിലുള്ള ഒരു ലെയറായിട്ട് വേണം നമുക്ക് ആ ഇനോക്കുലം ഇടാനായിട്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന, അതായത് ഇപ്പോൾ ചോറാണെങ്കിലും പിന്നെ പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റുകൾ, മീൻതല, ചിക്കൻ്റെ വേസ്റ്റ്, എല്ല്, അങ്ങനെയുള്ള സബോളത്തൊലി, അങ്ങനെ ഇളകിയ എല്ലാ വേസ്റ്റുകളും നമുക്ക് ഇതിനകത്തിടാം. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ജലാംശം ഉണ്ടാവാൻ പാടില്ല. നമ്മളിപ്പം കറിയൊക്കെ ഇതിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് ആ കറിയുടെ ചാറൊന്നും വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ടും ജലാംശം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പുഴു ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ എപ്പോഴും വേസ്റ്റ് ഇടുമ്പം വെള്ളമില്ലാതെ, ജലാംശമില്ലാതെ ഇതിനകത്ത് വേസ്റ്റ് ഇടാൻ ശ്രദ്ധിക്കുക. വെള്ളരിക്കത്തോടൊക്കെ നമ്മൾ തൊണ്ടൊക്കെ ചെത്തിയിട്ട് നമ്മൾ ഇതിനകത്ത് ഇടുവാണെങ്കിൽ അത് ജസ്റ്റ് അതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഇടുമ്പോഴത്തേന് നമ്മളതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിനകത്ത് ബാക്ടീരിയ ആക്രമിച്ച് അത് സാധനം പെട്ടെന്ന് തന്നെ നമുക്ക് വളമായിട്ട് ലഭിക്കുന്നതായിരിക്കും. വലിയ കഷ്ണങ്ങളായിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പീസുകളാക്കി ഇടുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വളമായിട്ട് മാറും. വലിയ പീസായിട്ട് കിടന്നാൽ പോലും നമുക്കത് വളമായിട്ട് കിട്ടും. പക്ഷെ അതിനന്നേരത്തേന് അത്രയും കാലതാമസം ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ഇനി ഈ ബക്കറ്റ് നമ്മൾ നിറച്ച് വേസ്റ്റായി എന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ ഈ ബക്കറ്റ് ഏറ്റവും അടിയിലത്തെ തട്ടിലേക്ക് മാറ്റി വെക്കണം. നമ്മളൊരു 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇടുന്ന ഈ വേസ്റ്റ് ചെറിയൊരു കമ്പ് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് മൂടി കിടക്കുന്ന വിധത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇനോക്കുലം ഇടാൻ കൂടി ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഫസ്റ്റ് ലെയർ നമ്മൾ 3 ഇഞ്ച് കനത്തിൽ ഇനോക്കുലം ഇട്ടു. അതിന് മേളിൽ നമ്മൾ ആദ്യത്തെ ദിവസം വേസ്റ്റ് ഇട്ടു. ആ വേസ്റ്റ് മൂടി കിടക്കുന്ന വിധത്തിൽ നമ്മൾ ഇനോക്കുലം വീണ്ടും ഇടണം. പിറ്റേ ദിവസം നമ്മൾ വേസ്റ്റ് ഇടുമ്പോഴും വീണ്ടും നമ്മൾ അതിൻ്റെ മേളിൽ കുറച്ച് ഇനോക്കുലം, ആ വേസ്റ്റ് കാണാൻ പാടില്ലാത്ത രീതിയിൽ അത് മൂടുന്ന വിധത്തിൽ നമ്മൾ ഇനോക്കുലം ഇട്ട് കൊടുക്കണം. അത് അങ്ങനെ ഓരോ ലെയറായിട്ട്, അതായത് ഇനോക്കുലം വേസ്റ്റ് അങ്ങനെ ലെയറായിട്ട് വേണം നമ്മൾ ഇതിനകത്ത് മാലിന്യം നിക്ഷേപിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഈ ബക്കറ്റ് ഫില്ലായതിനു ശേഷം നമുക്ക് ഈ ബക്കറ്റ് മാറ്റി, ഈ ബക്കറ്റ് ഇങ്ങനെ എടുത്ത് മാറ്റി
ഈ ബക്കറ്റ് താഴത്തേക്ക് വെക്കുക. ഈ ബക്കറ്റ് അടിയിൽ വെക്കണം. ഈ വേസ്റ്റ് നിറഞ്ഞ ബക്കറ്റ് നമ്മളപ്പോൾ ഏറ്റവും അടിയിൽ വെച്ചു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ലിഡ് എടുക്കുക, അത് ഇതിൻ്റെ മേളിൽ വെക്കുക. വീണ്ടും നമ്മൾ ആദ്യം എങ്ങനെയാണോ സെറ്റ് ചെയ്തത് അതേപോലെ തന്നെ ബക്കറ്റ് വെക്കുക. എക്സ്റ്റൻഷൻ ലിഡ് വെക്കുക. കാലിയായ ബക്കറ്റ് നമ്മൾ ഏറ്റവും മേളിൽ വെച്ചു. വീണ്ടും നമ്മൾ ഇതിനകത്ത് പഴയതുപോലെ തന്നെ ഇനോക്കുലം ഇട്ട് ഇതിൻ്റെ ടോപ്പ് ലിഡ് വെച്ച് മൂടി നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ബയോബിന്നിൻ്റെ പ്രവർത്തനം ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം വളരെ വിശദമായിട്ട് തന്നെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പിന്നെ ഇതിനകത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കൂടുതൽ പുളിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതായത് നാരങ്ങയുടെ തൊലിയൊക്കെ കൂടുതൽ ഇതിനകത്ത് നിക്ഷേപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇത് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്ന വളം കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ വളം ലഭിക്കും. ഇതിൽ നിന്ന് ലഭിക്കുന്ന വളം നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. നമുക്ക് മറ്റുള്ളവർക്ക് വിൽക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് എടുക്കാനോ നമുക്ക് സാധിക്കും.